പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ CCTV ദൃശ്യത്തിലൂടെ നാഗേന്ദ്രൻ മാളവിക ഫയൽ തപ്പുന്നത് കണ്ടെത്തുകയാണ്. ഇക്കാര്യത്തെക്കുറിച്ച് അവന്തികയ്ക്ക് കാണിച്ചു കൊടുക്കുകയും ആ സമയത്ത് അവന്തിക ഇവൾ പെട്ടെന്ന് ഓഫീസിലോട്ട് കയറി വന്ന ഒരു സ്റ്റാഫ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണമായിരുന്നു, ഇനി ഇവൾ തന്നെ ആയിരിക്കും അച്ഛ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയം നാഗേന്ദ്രൻ അതൊന്നും നമ്മൾ ഉറപ്പിക്കാനായിട്ടില്ല, കാരണം അത്രയ്ക്കും നല്ലൊരു ഡിസൈനാണ് അവൾ നമുക്ക് തന്നുകൊണ്ടിരുന്നത്, അതിൽ നമുക്ക് ലാഭമേ ഉണ്ടായിട്ടുള്ളൂ, അതുകൊണ്ട് ആരെയാ സംശയിക്കേണ്ടതെന്ന് ഉറപ്പായിട്ടില്ല. ഇനി എന്താണ് അവൾ അവിടെ നിന്ന് തിരഞ്ഞത് എന്നുള്ളത് നമുക്കറിയണമല്ലോ, അതുമാത്രം നമ്മളൊന്ന് ചോദ്യം ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ നാഗേന്ദ്രൻ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഓഫീസിലെത്തിയ ശേഷം മാളവികയെ വിളിക്കുകയും നീ എന്നെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ ഇന്ന് നിന്നെ നേരിട്ട് കാണണമെന്ന് തോന്നി, നീ എന്തിനാണ് ഇവിടുത്തെ സ്ട്രോങ് റൂമിൽ കയറിയത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മാളവിക ആകെ ഞെട്ടിത്തരിച്ച് ഷോക്കായിട്ട് ചിന്തിക്കുന്നുണ്ട്, ഇയാളെങ്ങനെ ഞാൻ അവിടെ കയറിയത് അറിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത്, എന്നിട്ട് ഞാൻ അവിടെയൊക്കെ ക്യാമറ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തതാണല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഇത് ഇത്രയും വലിയൊരു സ്ഥാപനമാണ്, ഇവിടെ ക്യാമറ ഉണ്ട് എന്നുള്ള പോലും നിനക്കറിയില്ലേ, നീ എന്തൊരു വിഡ്ഢിയാണ് എന്നൊക്കെ പറഞ്ഞ് മാളവികയെ കളിയാക്കുന്ന സമയത്ത്, സർ ഞാനതിന് കള്ളത്തരമൊന്നും ചെയ്തിട്ടില്ലല്ലോ, കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ക്യാമറയെ ഞാൻ ഭയക്കേണ്ട കാര്യമുള്ളൂ, സർ എന്താ കണ്ടത്, കള്ളത്തരം എന്ത് ചെയ്യുന്നതാണ് കണ്ടത് എന്നൊക്കെ മാളവിക ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നീ കൂടുതൽ കള്ളൊന്നും പറയണ്ട, നിനക്ക് സ്ട്രോങ് റൂമിൽ കയറേണ്ട ഒരു ആവശ്യമില്ലല്ലോ, അത് ഡേവിഡ് സാറോട് പറഞ്ഞാൽ എന്താവശ്യമുണ്ടെങ്കിലും ഡേവിഡ് സാറോട് പറഞ്ഞാൽ അത് സാധിച്ചു തരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മാളവിക പറയുന്നുണ്ട്, അതിന് ഒരു പ്രത്യേക മെയിൽ വന്നു, അത് അത്യാവശ്യം, ആ ഫയൽ അത്യാവശ്യമായത് കൊണ്ടാണ് ഞാനത് ചെക്ക് ചെയ്യാമെന്ന് കരുതിയത്. ആ സമയത്ത് ഡേവിഡ് സാർ ഇവിടെ ഇല്ലായിരുന്നു, പിന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി, ഞാൻ കരുതിയത് നമ്മുടെ സ്ഥാപനമാകുമ്പോൾ എല്ലാ സ്വാതന്ത്ര്യവും എനിക്കിവിടെ ഉണ്ടാകുമെന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളത്തരം പറഞ്ഞ് മാളവിക തൽക്കാലം പിടിച്ചു നിൽക്കാൻ നോക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നാഗേന്ദ്രൻ പറയുന്നുണ്ട്, നീ പറയുന്നതൊക്കെ കള്ളത്തരമാണ്, നീ ആർക്ക് വേണ്ടിയാണ്, ആർക്ക് വേണ്ടി ചാരപ്പണി ചെയ്യാനാണ് നീ ഇങ്ങോട്ട് വന്നത് എന്ന് മാത്രം തുറന്ന് പറഞ്ഞാൽ മതി, ശരിയായിട്ടുള്ള രീതിയിൽ നീ തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നീ ഇനി പുറം ലോകം കാണില്ല, നിന്നെ ഞാൻ ഇവിടെ നിന്ന് വിടില്ല, നീ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ദിവസങ്ങളായിരിക്കും ഇനി നിനക്കുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മാളവികയെ പേടിപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ മാളവിക ആദർശിനോടുള്ള ആ ഒരു കൂറ് കാണിക്കുകയാണ്. കാരണം തന്നെ അപകട സമയത്തും താൻ ഏറ്റവും താഴെ നിലയിൽ പോയ സമയത്തും ആദർശാണ് അവളെ രക്ഷിച്ചതും ഉയർത്തിക്കൊണ്ടുവന്നതും, അതുകൊണ്ട് തന്നെ നന്ദികേട് കാണിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല, ഞാൻ മാക്സിമം പിടിച്ചു നിൽക്കും, എന്നെ എന്ത് ചെയ്താലും ഞാൻ തുറന്ന് പറയത്തില്ല, ആദർശേട്ടനും നാനേച്ചിയുമാണ് ഇങ്ങോട്ട് അയച്ചത് എന്നുള്ളതൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നാഗേന്ദ്രന് വീണ്ടും സംശയം തോന്നുകയാണ്. ആലോചിച്ച് നിൽക്കുന്ന സമയത്ത്, നീ അതിബുദ്ധി കളിക്കണ്ട, എന്നോട് അതിബുദ്ധി കളിച്ചവരൊന്നും ഇന്നേ വരെ കൂടുതൽ കാലം മുന്നോട്ട് പോയിട്ടില്ല, അതിനെക്കൊണ്ട് നീ തുറന്ന് പറ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. ആ സമയത്ത് അവന്തികയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവന്തിക അവളുടെ ഡ്രസ്സിന്മേൽ കയറി പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഏടി എന്താണെങ്കിലും തുറന്ന് പറയടി, നീ ആർക്ക് വേണ്ടിയാണ് വന്നത് എന്ന് തുറന്നു പറഞ്ഞാൽ നിന്നെ വിട്ടോളാം, അല്ലെങ്കിൽ ഇനി മുതൽ നീ ഓഫീസിൻ്റെ പുറത്തോട്ട് പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ബലമായി പിടിച്ച് വെക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മാളവിക കരഞ്ഞോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഒന്നും ചെയ്യരുത്, എനിക്കിതല്ലാതെ വേറൊന്നും തുറന്ന് പറയാനില്ല, ഞാൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ് എന്നൊക്കെ വീണ്ടും വീണ്ടും മാളവിക ആവർത്തിച്ച് പറയുകയാണ്. അങ്ങനെ പിന്നെ നിരാശയോടുകൂടി നാഗേന്ദ്രൻ അവളെ തിരിച്ച് പോകുന്ന സമയത്ത്, നമ്മൾ എത്ര ചോദിച്ചിട്ടും അവളൊന്നും പറയുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് അവന്തിക പറയുന്നുണ്ട്, ഇനി അവൾ പറഞ്ഞത് സത്യമായിരിക്കുമോ, അത്യാവശ്യം എന്തോ മെയിൽ വന്നെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ആ സമയം നാഗേന്ദ്രൻ പറഞ്ഞു, ആ മെയിൽ എനിക്കും വന്നിരുന്നു, പക്ഷേ അത് ഇവൾ എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ നാഗേന്ദ്രൻ പറയുകയാണ്. അങ്ങനെ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ് അവരെ.